പൂർണ്ണമായ സൗഖ്യം ജനത്തിന്റെ മേൽ ദൈവം കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ഒരുമിച്ച് ആത്മീക സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. തിരുകൃപയ്ക്കുള്ളിൽ പൊതിയണമേ കർത്താവേ. ഇന്ന് പകൽ നടക്കുന്ന വിശുദ്ധ സഭാരാധനയ്ക്കായി സ്തോത്രം. കരവെച്ച് അനുഗ്രഹിക്കണമേ. അതിനോട് ചേർന്ന് നടക്കുന്ന യൂത്ത്സിന്റെ മീറ്റിങ്ങിനായി സ്തോത്രം. അതിനെ കരവെച്ച് അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ദൈവം സൂക്ഷിക്കണം. ഈ യോഗത്തിന്റെ ആദ്യോടെന്ന പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ചു നടത്തണമേ. സകല ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. നിന്റെ ജനത്തോട് ഞങ്ങളെ ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണമേ. കർത്താവിന്റെ ഹിതപ്രകാരം ഈ പകൽ ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങണം. വലിയ സാരഥ്യം കൊണ്ട് ഉത്തരമിടണമേ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ. അവരുടെ മേലേറിയ അഭിഷേകം ദൈവം പകരണമേ. ആത്മനിർമ്മലീയ ആരാധനകൾക്ക് നേതൃത്വം നൽകുവാൻ അവരുടെ മേൽ ദൈവത്തിന്റെ പ്രത്യേകമായ ജ്ഞാനവും ദൈവികമായ അഭിഷേകവും അവരുടെ മേൽ പകർന്ന് ദൈവരെ വഴി നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ പിതാക്കന്മാർക്കായി സ്തോത്രം, മാതാക്കൾക്കായി സ്തോത്രം, ഞങ്ങളുടെ അപ്പച്ചന്മാർക്കായി, അമ്മച്ചിമാർക്കായി, സഹോദരി സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഏവരെയും കരവെച്ച് അനുഗ്രഹിച്ചാട്ട് ഈ പകൽ കർത്താവിന്റെ ചിറകടിയിൽ പൊതിയണമേ. അവരെ ഇത്രത്തോളം ദൈവം നടത്തിയതിനായി സ്തോത്രം. അങ്ങനെ എല്ലാ സൂക്ഷിപ്പുകൾക്കായി സ്തോത്രം. അപ്പച്ച ഇരിക്കുന്നിടം മറന്ന് ജനം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുകൃപയ്ക്കുള്ളിൽ പൊതിയും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഈ പകൽ അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനങ്ങൾ, സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ, വചനങ്ങളൊക്കെ ദൈവം ഞങ്ങൾക്ക് തരണമേ. നല്ല പാട്ടുകൾ, പ്രാർത്ഥനകൾ ദൈവം തരണമേ. ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി ഇഷ്ടം. കൃപയ്ക്കുള്ളിൽ പൊതിയുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, 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 ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് സേനയിൻ അധിപൻ ദേവനിൽ അതിയായെന്നുള്ള പഴയ ഗാനം ചേർന്ന് പാടി കർത്താവിനെ നമുക്കൊരല്പസമയം ദൈവത്തെ ആരാധിക്കാം. ഉള്ള പഴയ ഗാനം ചേർന്ന് പാടി കർത്താവിനെ നമുക്കൊരല്പസമയം ദൈവത്തെ ആരാധിക്കാം. Devanila
താഴ്ച ഭവിക്കുകയില്ലെന്നും ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞു നിശ്ചയമാണ്. താഴ്ച ഭവിക്കുകയില്ലെന്നും ഈ വിധമുള്ളോർ മനസ്സുകളിൽ ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി. സിയോൻ നഗരിൻ പെരുവഴികൾ, സിയോൻ നഗരിൻ പെരുവഴികൾ, സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ, സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ. കണ്ണുനീർ താഴ്വരയതു വഴിയായവർ യാനം ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി. കണ്ണുനീർ താഴ്വരയതു വഴിയായവർ യാനം ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി. ഉന്മഴയ അനുഗ്രഹപൂർണമാകും, ഉന്മഴയ അനുഗ്രഹപൂർണമാകും. പ്രാപിക്കും ബലം അവർ ബലത്തിനുമേൽ. ചെന്നെത്തുമേ വരും സിയോനിൽ, ചെന്നെത്തുമേ വരും സിയോനിൽ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ, സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ. യാഹിൻ വാസമെന്നധികാമ്യം, യാഹിൻ വാസമെന്നധികാമ്യം. വാഞ്ചിച്ചു മോഹിക്കുമെന്നുള്ളം, ഘോഷിക്കുമെൻ ഹൃദയം ജഡവും, ഘോഷിക്കുമെൻ ഹൃദയം ജഡവും. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ, സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ. കുരികിൽ തനിക്കൊരു വീടും പർവ്വത കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു വീടും പർവ്വത കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. തിരുബലിപീഠം തന്നെ, തിരുബലിപീഠം തന്നെ. ധന്യർ നിന്നാലയത്തിൽ വസിപ്പോർ. നിത്യസ്തുതിക്കുമവർ നിന്നെ, നിത്യസ്തുതിക്കുമവർ നിന്നെ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ, സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമെവനുണ്ടോ? ആയവനേവനിലും അതിധന്യൻ. ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞു നിശ്ചയമാണ്. താഴ്ച ഭവിക്കുകയില്ലെന്നു ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞു നിശ്ചയമാണ്. താഴ്ച ഭവിക്കുകയില്ലെന്നും ഈ വിധമുള്ളോർ മനസ്സുകളിൽ ഈ വിധമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി.
Hallelujah.
നമ്മളെ തന്നെ ഇന്ന് പകൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തോട് ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ ഞങ്ങളെ അത്ഭുതകരമായി, ഞങ്ങളെ അതിശയകരമായി നീ ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതകൾക്കായി സ്തോത്രം, അങ്ങയുടെ പരിപാലനങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പറഞ്ഞ തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്നുള്ള വചനപ്രകാരം നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസികമായ, സാമ്പത്തികമായ എല്ലാ നന്മകൾക്കായും എല്ലാ ദാനങ്ങൾക്കായും അങ്ങേക്ക് സ്തോത്രമെന്നൊന്ന് പറയാൻ ഇതിനകത്തിരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാണ്? അധരം ചലിപ്പിച്ച ചില നിമിഷങ്ങൾ ദൈവജനം സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ വാകൂട്ടിയിരിക്കാനല്ല ഇതിനകത്ത് വന്നത്, ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്നുള്ളതാണെങ്കിൽ ഇന്ന് പകൽ അധരം ചലിപ്പിച്ച് ദൈവത്തിന് എല്ലാ ദൈവജനവും സ്തോത്രം ചെയ്യട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം ചെയ്യട്ടെ. ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം, ഇതുവരെ ഞങ്ങളെ കരം പിടിച്ചതിനായി സ്തോത്രം, അങ്ങയുടെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽ നടക്കുന്ന ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ ചിറകടിയിൽ ദൈവം നമ്മെ പൊതിയുവാൻ, മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ മേൽ കർത്താവ് പകരുവാൻ, ദൈവത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ പകൽ ചൊരിയുവാൻ, രോഗികളെ ദൈവം സൗഖ്യമാക്കുവാൻ. ഹല്ലേലൂയ. ഈ പകൽ ഈ രാത്രി സംബന്ധിക്കുന്ന ആരെങ്കിലും മുറിവേറ്റവരായി ഭാരത്തോടെ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, മടങ്ങിപ്പോകുമ്പോൾ തൻ്റെ ജനം മുറിവ് കെട്ടപ്പെട്ടവരായി, ആശ്വാസം കണ്ടെത്തിയവരായി, ഭാരം വിട്ടൊഴിഞ്ഞവരായി ഈ ആലയം വിട്ട് മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ ആദ്യോടന്തം പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ചു നടത്തുവാൻ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം എല്ലാവരും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുമ്പോൾ തുറന്നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി കാലം സഭാപത്തെ വെളിപ്പെട്ടു വരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പൻ്റെ സന്നിധിയിൽ തലമുണക്കിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, സമൃദ്ധിയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പൽക്കാലത്തെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് പുറത്ത് കടന്നുപോയിരിക്കുന്ന കർത്താവിൻ്റെ ഭൃത്യൻ ഹല്ലേലൂയ ടീം ഗോഷിപ്പാസിനായി സ്തോത്രം. പുത്തൻ അഭിഷേകത്തോടെ കടന്നുപോയ സ്ഥാനത്ത് ശുശ്രൂഷക ചെയ്ത് കർത്താവ് ക്ഷമത്തോടെ മടങ്ങി വരുവാൻ ദാസനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകൾ നേതൃത്വം കൊടുക്കുന്ന ജോൺ ബാസിന് അപ്പൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ദാസന് അഭിഷേകത്തോടെ നിർത്തുമാറാകണമേ കർത്താവേ. സങ്കീർത്തനത്തിലൂടെ സംസാരിപ്പാൻ ദാസന് അഭിഷേകം ചെയ്യണമേ, വചനത്തിലൂടെ ശുശ്രൂഷിപ്പാൻ ദാസന് അഭിഷേകം ചെയ്യണമേ, പാടുവാൻ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ, ജീവനുള്ള സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഒരു സാക്ഷ്യം സാക്ഷി ജീവനേകുന്ന സാക്ഷ്യങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ സഭയായി മധ്യസ്ഥ അണയ്ക്കുന്ന വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്ന അപ്പൻ്റെ വചനമാണ് കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ വയ്ക്കുന്ന ഹല്ലേലൂയ അഭയാചന ഇന്ന് കേൾക്കുക, അതിൻ്റെ മേൽ വിടുതലുകളെ അപ്പൻ കൽപ്പിച്ചാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, ആശുപത്രികളിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പാ, അങ്ങയുടെ ഹല്ലേലൂയ അത്ഭുതത്തിൻ്റെ കരം, ആടിപ്പഴുതേറ്റ കരം രോഗികളുടെ മേൽ നീട്ടി ഹല്ലേലൂയ അങ്ങ് സൗഖ്യമാക്കണേ കർത്താവേ. ഇന്നത്തെ പൽക്കാലത്തെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ കർത്താവേ. ദൈവഹിതമായാൽ 21-ാം തീയതി മുതൽ നടക്കുന്ന ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയെ അപ്പൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ
അതിനായി ആത്മീയമായി ഒരുങ്ങുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വചനമായി കടന്നു വരുന്ന കർത്താവിൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മ പകർച്ച സഭയുടെ മധ്യ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ, നന്ദിയോടെ ഞങ്ങളകെ വാഴ്ത്തുന്നു കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. കടന്നു വന്ന് എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ അപ്പൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുക്കരത്തിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സകലവും നന്നായി ചെയ്തു ദൈവത്തിൻ്റെ ബലമുള്ള താണിരിക്കുന്നു. സ്വർഗം സഹായിക്കും. പ്രാർത്ഥന കേട്ടുവല്ലോ, വിടുവിച്ചുവല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 95-ാം സങ്കീർത്തനം വാക്യപതി വാക്യമായി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അത് വായിച്ച് സഹായിക്കുന്നതിനായിട്ട് പ്രിയ സഹോദരൻ ഫ്ലമിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. സാംസ് 95, 95-ാം സങ്കീർത്തനം. തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. സാംസ് 95 വായിക്കുന്നു. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവു തന്നെ. അവനുള്ളത് സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. മെരിബയിലെ പോലെയും മസാനാലെ പോലെയും ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഉണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. നമുക്ക് ചേർന്ന് വായിക്കാം. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കായില്ലെന്നും ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ആമേൻ. സ്വർഗത്തിലെ ദൈവം ഈ സങ്കീർത്തനം നമുക്ക് ദാനമായി നൽകി തന്നത് കൊണ്ട് നമ്മുടെ വിശുദ്ധ വരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വേദപുസ്തകങ്ങളെ നമുക്ക് താഴെ വയ്ക്കാം. നമ്മൾ അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് ഹലിസ്വതകളിൽ നമ്മെ ചേർക്കുവാൻ വേഗം വരാൻ സമയമായി. ഇന്ന് പകൽക്കാലം ആ ഉറപ്പുള്ള ദൈവജനം ആ ഹൃദയത്തിന്റെ ഗത്തലത്തിൽ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദൈവജനമാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, വാകൾ തുറന്ന്, കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, നീ അല്ലാതെ എനിക്ക് മറ്റാരുമില്ല. എനിക്ക് അങ്ങേ മാത്രമേ ആരാധിക്കാനുള്ളൂ, അങ്ങേ മാത്രമേ എനിക്ക് സ്തുതിക്കാനുള്ളൂ, അങ്ങേ മാത്രമേ എനിക്ക് സ്തോത്രം ചെയ്യാനുള്ളൂ. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വാത്സല്യ കൊയറിനോട് ചേർന്ന് പാടാമോ? യേശു മണവാളൻ നമ്മെ ചേർക്കുവാനെന്നുള്ള ആ ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ഒരല്പസമയം ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ
യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചാടുചാടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ. ചാടുചാടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ. ഭാരി പതിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ഭാരി പതിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ കരങ്ങളെ ചേർത്തടിച്ച് വാകളെ തുറന്ന് പാടി കർത്താവിനെ ആരാധിക്കൂ. ചേരുന്ന വേഗത്തിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ചേരുന്ന വേഗത്തിൽ ഉറപ്പുള്ള ദൈവജനം ചേർന്ന് പാടട്ടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഓ ഹല്ലേലൂയ. പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ചാടുചാടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ.
നാടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുന്നു. പാരി പാത്തിടുന്ന മന്നാളെ രൂപാന്തരം പ്രാപിക്കും. പാരി പാത്തിടുന്ന മന്നാളെ രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന വേഗത്തിൽ ഇമ്പവിടാതെ വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടാതെ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ എല്ലാ സഹോദരങ്ങളും എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ പിതാക്കന്മാരും എല്ലാ മാതാക്കളും ചേർന്ന് കരമടിച്ച് ദൈവത്തെ അല്പസമയം ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ.
സമയം ദൈവത്തെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കാമോ? ഈ ആരാധനയുടെ നടുവിൽ രോഗികൾ സൗഖ്യമാകുകയാണ്. രോഗികളെ യേശു കർത്താവ് തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചില രോഗികളെ ഹീലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം എന്ന മക്കളുടെ അവകാശമാണെങ്കിൽ ഈ ആരാധനയുടെ നടുവിൽ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഈ ബന്ധനങ്ങൾ അറിയപ്പെടട്ടെ. മുറിവുകൾ കെട്ടപ്പെടട്ടെ. മുറിവുകൾ കെട്ടപ്പെടട്ടെ. ആത്മാവിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയോ. ഇതിനകത്ത് നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില ഇരുട്ടിന്റെ കോട്ടകൾ തകരപ്പെടുകയാണ്. ഇതിനകത്ത് ദൈവത്തെ ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ വെട്ടപ്പെടുകയാണ്. ഈ പകൽ സൗഖ്യത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്. ഇത് പകൽ ആത്മാവിനോട് ഇടപെടുകയാണ്. രോഗമുള്ള ഭാഗത്ത് ദൈവത്തിന്റെ കരം ഈ പകൽ വയ്ക്കുകയാണ്. ഈ പകൽ വിശ്വസിക്കാൻ തയ്യാറായ ചിലരെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കപ്പെടുന്നു. ആത്മാവ് ചിലരെ സൗഖ്യമാക്കുകയോ. ഓ ജീസസ് നൈം, ജീസസ് നൈം. ദൈവജനം വിശ്വസിക്കാൻ തയ്യാറായാൽ ആത്മാവ് ചിലർ ഇടപെടുകയാ. ചിലതിനെ വരിഞ്ഞു മുറുക്കി കെട്ടിയതുപോലെ ഞെരിക്കുന്ന ചില അനുഭവങ്ങൾ ഈ പകൽ പരിശുദ്ധാത്മാവ് അടിച്ചുവിടുകയല്ല, അതിനെ അറുത്തുമാറ്റി ഇനി മേലാലത് കൂട്ടിക്കെട്ടാൻ കഴിയാത്ത വിധത്തിൽ ദൈവാത്മാവ് ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണെന്ന് ആത്മാവ് ചിലരോട് ദൂരെ കൈമാറുകയാ. ഈ പകൽ വിശ്വസിക്കാൻ തയ്യാറായ ചിലതിന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് ആത്മാവ് ചിലതിന് ഈ പകൽ ഇതിനകത്തുനിന്ന് പറഞ്ഞു വിടാൻ ദൈവത്തിനൊരു ഹിതമുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ്. ഈ പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവത്തിന് ചില മഹത്വങ്ങൾ വെളിപ്പെട്ടു വരുന്നത് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇതിനകത്ത് ചിലരെ ദൈവാത്മാവ് ഈ പകൽ ഒരുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കണ്ണുകളെ കർത്താവിന്റെ തിരുമുഖത്തേക്കൊന്ന് ഉയർത്താം. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് മലർത്തിപ്പിടിച്ചു, ഉയർത്തിപ്പിടിച്ചു. നമ്മുടെ വാളനായ കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ. ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്നു ആ ഒരു ഗാനം നമുക്ക് പ്രിയ കൊയറിനോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ പ്രേമഗീതമാന്നുള്ള ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.
അങ്ങേപ്പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ. അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാധന 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 അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ കർത്താവിൻ്റെ വ്യക്തമായ ശബ്ദം നമ്മെ കേൾപ്പിക്കുവാൻ നാം എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരൻ ജോഷിൻ ജേക്കബ് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ഇപ്പോൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുമല്ലോ. ജീസസ് നൈം ഹല്ലേലൂയ. ജീസസ് നൈം ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി അങ്ങയുടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആഴ്ചപ്പെടുന്നതിൻ്റെ ഒന്നാം ദിവസം അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവേ ദൈവമേ കൂടി വരുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് സൗഭാഗ്യം ഓർത്തിക്കാനും നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ ദൈവമേ, കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞൊരാഴ്ച കാലം കർത്താവേ ദൈവമേ അവിടെ ഞങ്ങളെ കാത്ത് ഒരു വാഴ്ച കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ ദൈവം ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ കർത്താവേ അങ്ങയുടെ നാമം ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവേ ദൈവം അവിടെ സഹായിക്കണമേ. കർത്താവേ ദൈവം നല്ലൊരു ആരാധന കർത്താവേ ഞങ്ങൾക്ക് തന്നുമില്ല കർത്താവേ. തുടർന്ന് ഞങ്ങളായിരിക്കുന്ന സമയമെല്ലാം കർത്താവേ ഞങ്ങളുടെ പാതവിടെ അങ്ങയുടെ കർത്തായിരിക്കാൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അതൊരു ആത്മാവ് കർത്താവേ ഞങ്ങൾക്ക് സമാധാനമാകുവാൻ കർത്താവിനെ സഹായിക്കണമേ. തുടർന്ന് അങ്ങയുടെ സാന്നിധ്യ സമീപന കർത്താവയുടെ കൂടെ ഉണ്ടാകുമാറാകണമേ. കർത്താവേ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകലം അങ്ങയുടെ പാതയുടെ സമർപ്പിക്കുന്നു. സകലത്തിനു വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. സന്തോഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കരവും ശബ്ദവും ഉയർത്തി കർത്താവിൻ്റെ മഹത്വം കരയറ്റിയാട്ടെ. ഒരു പ്രാവശ്യം കൂടി ശക്തിയോടെ ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ നല്ല പകലിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
സദസ്സിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, മറ്റേത് അതിഥികളായി ഇതിനകത്ത് ഈ ഓഡിയൻസിനിടയിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സന്തോഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ട്. പ്രിയ നമ്മുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ടി കുശി പാസ്റ്റർ ഇന്ന് അത്യാവശ്യമായി നമ്മുടെ കളമശ്ശേരിയിലുള്ള നമ്മുടെ സഭയിൽ ശുശ്രൂഷകൾക്കായി അത്യാവശ്യമായി കടന്നു പോകേണ്ട ഒരു സംഗതി ഒരുക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ അവിടേക്ക് കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകൽ നമ്മോട് ഒരുമിച്ച് ഇല്ലാത്തത്. ആ കാര്യം കൂടി ദൈവസഭയെ പ്രത്യേകിച്ച് അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ആ സ്ഥലം ഇവിടെ കളമശ്ശേരി കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ സ്തോത്രം യൂത്ത്സിൻ്റെ മീറ്റിംഗ് ഈ ആരാധനയോടനുബന്ധിച്ചുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഒരൊറ്റ സന്ദേശം മാത്രം, 2 പ്രസംഗമില്ല, ഒരൊറ്റ പ്രസംഗം മാത്രം ഞാൻ ദൈവിക സന്ദേശം മാത്രം നിങ്ങളുമായി കൈമാറി എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ പരിസമാപ്തി കുറിപ്പാൻ ഈ പകൽ ആത്മാവി ശരണപ്പെടുന്നു. സന്തോഷമുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ ഞാൻ ഓർപ്പിക്കുന്നു, നമ്മുടെ ആരാധനകളെ നിയന്ത്രിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ല. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഞാൻ പറയാം, കർത്താവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? അലിസ്തോത്ര വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട്. സ്തോത്രം. ഞാനിങ്ങനെ ഈ ആരാധന നടക്കുമ്പോൾ ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്യുമായിരുന്നു. സ്തോത്രം, പലരും കൈയൊന്നും അടിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം, ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവ് സൃഷ്ടിതാവാണെന്നുള്ള വിഷയമാണ്. സ്തോത്രം, ആ സൃഷ്ടിതാവിൻ്റെ സൃഷ്ടിയെ ഓർത്താൽ ഇതിനകത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. കൈ ചലിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല, അധരം ചലിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല, സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഇത് സ്റ്റോപ്പ് ആകുമ്പോഴത്തേനും നമ്മുടെ ആരാധനയും സ്റ്റോപ്പാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നുമല്ല നമ്മുടെ ആരാധനയെ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ ആരാധനയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സന്തോഷമുള്ളവർ, എന്നോടൊപ്പം ചേർന്ന് സ്തോത്രം ചെയ്യാൻ കഴിവുള്ളവർ, സമ്മതമുള്ളവർ മാത്രം കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇവിടെ വരുമ്പോൾ, ആലയത്തിനകത്ത് വരുമ്പോൾ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, കരങ്ങൾ ചേർത്തടിച്ച്, വാകൾ തുറന്ന് പാടാൻ എൻ്റെ മേലൊരു കൃപയും എൻ്റെ മേലൊരു ആരോഗ്യം, എനിക്കൊരു ദൈവികമായ പ്രേരണയും എൻ്റെ ഉള്ളത്തിൽ തരണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സന്തോഷമുള്ളവരൊരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് ഇന്ന് പകൽ നാം വായിക്കാനിടയായി തീർന്നത്. 95-ാം സങ്കീർത്തനമാണ് ഇന്ന് പകൽ നാം വായിക്കാനിടയായി തീർന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, സ്തോത്രം, ഈ സങ്കീർത്തനം അവിശ്വാസത്തിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല, ആ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകാതെ ഈ പകൽ നിങ്ങളുടെ ശ്രദ്ധയെ സ്തോത്രം 6-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 95-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സ്തോത്രം. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ഒന്ന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ നാം മുട്ടുകുത്തിയിരിക്കുന്നത് നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിലാണ്. ഒന്ന് കരപൂർത്തി സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ശ്രദ്ധിക്കണേ, സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദവുമായി ബന്ധപ്പെട്ട് സ്തോത്രം ദൈവത്തിൻ്റെ നാമത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് ഏകദേശം 10-ലധികം സ്തോത്ര ഹല്ലേലൂയ പേരുകൾ പറയുന്നുണ്ട്. 10-ലധികം സ്തോത്രം പേരുകൾ. യഹോവ റാഫ എന്നും യഹോവ സിദ്ധക്കിനു എന്നും ഒക്കെ പറഞ്ഞ് 10-ലധികം പേരുകളാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവ നമ്മെ നിർമ്മിച്ചു ഉണ്ടാക്കിയിരിക്കുന്നുള്ള പദത്തിന് ഹല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മെ നിർമ്മിച്ച ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹീസ് അവർ ക്രിയേറ്റർ, ഹീസ് അവർ മേക്കർ എന്ന, അവൻ നമ്മുടെ
അല്ലെ യഹോവ ഹോസനു എന്ന് അലിസ്തോത്രം. അതായത് അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? അവൻ നമ്മളെ ഉണ്ടാക്കിയവനാണ്. ഇന്ന് പകൽ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, അവൻ എന്നെ അത്ഭുതവും അതിശയകരവുമായി അവനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ്. അലിസ്തോത്രത്തെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലെ സകലതിനെയും സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ഞാൻ പുറകാല വാക്യങ്ങൾ അലിസ്തോത്ര ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായം അതിന്റെ അലിസ്തോത്രങ്ങളിൽ രണ്ടും അലിസ്തോത്രം ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. ശ്രദ്ധിക്കണേ, അലിസ്തോത്ര ദൈവം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ട് അലിസ്തോത്രകളിൽ 6-ാമത്തെ ദിവസം ദൈവം ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അലിസ്തോത്രകളിൽ മറ്റേതെങ്കിലും രീതിയിൽ അലിസ്തോത്രകളുടെ രൂപത്തിലല്ല ദൈവം സൃഷ്ടിച്ചത്, തന്റെ സ്വരൂപത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ദൈവം സൃഷ്ടിച്ചത് മറ്റേതെങ്കിലും ആകൃതിയിലല്ല. ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അവന്റെ സ്വരൂപത്തിലാണ് ദൈവം സൃഷ്ടിക്കാനിടയായി തീർന്നത്. ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോശങ്ങളുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അലിസത്തുകളിൽ മെഡിക്കൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണേ, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു മനുഷ്യൻ ഉരുവാകുമ്പോൾ അലിസ്തോത്ര അവന്റെ ഉദരത്തിലേക്ക്, അമ്മയുടെ ഉദരത്തിൽ ഒരു ഏകകോശമുള്ള ഒന്നായിട്ടാണ് അലിസ്തോത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിക്ഷേപിക്കപ്പെടുന്നത്. എന്നാൽ ശ്രദ്ധിക്കണേ, പിന്നത്തേതിൽ ക്രമാനുഗതമായി അലിസ്തോത്രന്റെ അനേക കോശങ്ങളുള്ള ഒരു മനുഷ്യനായി രൂപപ്പെടുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണെന്നറിയാമോ? അതിനകത്ത് അലിസ്തോത്ര മനുഷ്യന്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് പിന്നത്തേതിൽ അലിസ്തോത്ര 9 മാസം കഴിഞ്ഞ് 9 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ അലിസ്തോത്രകളിൽ ഇപ്പോഴത്തെ ടെക്നോളജികളുടെ കാലഗതികൾ അനുസരിച്ച് ആ മനുഷ്യൻ പുറത്തു വരുമ്പോൾ ആ മനുഷ്യനെ, ആ കുഞ്ഞിന്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചാക്കിയ ആ ദൈവത്തിന്റെ സിസ്റ്റം എന്നോർത്താൽ ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്, എന്നെ അതിശയകരവും അത്ഭുതവുമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിന്റെ സൃഷ്ടിപ്പിനെ ഓർത്താൽ, ആ കർത്താവിന്റെ ആ ക്രിയേറ്റിവിറ്റിയെ ഓർത്താൽ നമ്മൾ എത്ര സ്തോത്രം ചെയ്യണം. അലിസ്തോത്രം ഉദാഹരണം ഞാൻ പറയാം. ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ വായിലോട്ടൊന്ന് ആഹാരം വായു വയ്ക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ മകൾ പദ്ധതി എത്ര വലുതാ! എന്തിന്? ഹല്ലേലൂയ! ദൈവം നമുക്ക് തന്ന ഓർമ്മശക്തിക്കായി എത്ര സ്തോത്രം ചെയ്യണം. അലിസ്തോത്രം ഇതിനകത്തിരിക്കുന്നവർ സ്തോത്രം ചെയ്യാതിരിക്കരുത്. ദൈവത്തിന്റെ അത്ഭുതം ഓർത്താൽ, ദൈവത്തിന്റെ കൃപയോർത്താൽ, ദൈവത്തിന്റെ മകൾ പദ്ധതി ഓർത്താൽ അധരം ചലിപ്പിച്ച് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, രാവിലെ ദൈവത്തിന് മഹത്വം കരറ്റാൻ ഈ പകൽ ദൈവം നമ്മെ വിളിച്ചെങ്കിൽ ഓർക്കുക, അവൻ നമ്മെ അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഈ ചിലരൊക്കെ അലിസ്തോത്ര പോകുന്നതും വരുന്നതും ഒക്കെ കണ്ടാൽ ഈ പുള്ളിക്ക് ദൈവവുമായി യാതൊരു ബന്ധമില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഹല്ലേലൂയ, ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, കർത്താവേ, കോവിഡ് വന്നപ്പോഴെങ്കിലും മനുഷ്യനൊന്ന് ഹല്ലേലൂയ ഒന്ന് ഒതുങ്ങി റെഡിയാവുമെന്ന്. ഹല്ലേലൂയ. പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, മനുഷ്യരെല്ലാം സ്വസ്നേഹികളാണ്, സെൽഫിഷ് മൈൻഡാണ്. എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിൽ ബീച്ചാരിപ്പുണ്ട്, പ്രിയ ബീച്ചാൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എൻ്റെ പോക്കറ്റിൽ എങ്ങനെ വരണമെന്നാണ് മനുഷ്യൻ്റെ ചിന്ത. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല, പാസ്റ്റർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കരുത്. അലിസ്തോത്ര എനിക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. കാരണം അലിസ്തോത്ര മനുഷ്യനെ പറ്റിക്കുന്നതിനൊന്നും ഒരു മര്യാദയില്ല. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയാം, ഈ ഭൂമിയിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അതിന് ഞാനും നിങ്ങളും ഹൃദയം തുറന്ന് ഓരോ നിമിഷവും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ ദാവീദ് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന വാക്യം എന്ന് വായിച്ചേ. അത് സങ്കീർത്തനം 139 സങ്കീർത്തനം, അതിൻ്റെ 13-14 വാക്യങ്ങൾ.
നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്റെ എന്നെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സ്തോത്രം. ആ വാക്യം ശ്രദ്ധിച്ചോ, അവസാന ഭാഗം. അത് ആരറിയുന്നു? എൻ്റെ ഉള്ളം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം അത് നല്ലവണ്ണം അറിയുന്നു. വെറുതെ ഒരു അറിവെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, നല്ലവണ്ണം അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചത്, എന്നെ ഉണ്ടാക്കിയത് അത് അത്ഭുതകരവും അതിശയവുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് എനിക്ക് നല്ലവണ്ണം എന്തുണ്ട്? അറിവുണ്ട്. സ്തോത്രം. അറിവുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കും. അറിവ് അകത്തുണ്ടെങ്കിൽ ദൈവത്തെ എന്തോ ചെയ്യും? മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ആരാധിക്കുക മാത്രമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തും. ഒന്ന് സന്തോഷമുള്ളവർ ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഒന്നാമതുണ്ടാകണം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ആ അറിവുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടം മറന്ന് ആരാധിക്കും. അതിനൊരു പാസ്റ്ററും പറയേണ്ട കൈയടിക്കാൻ, അതിനൊരു പാസ്റ്ററും പറയേണ്ട പാട്ട് പാടാൻ, അതിനൊരു കൊയർ നമ്മുടെ ആരാധന എന്തോ ചെയ്യണ്ട, നിയന്ത്രിക്കേണ്ട. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചലിക്കും. ഒന്ന് സ്തോത്രം ചെയ്യാവോ? ഒന്ന് സ്തോത്രം ചെയ്യാവോ? ഇന്ന് പകൽ ഞാൻ പറയാം, അലിശുദ്രനെ ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അലിശുദ്ര ഓട്ടോമാറ്റിക്കലി ഞാൻ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവം എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണെന്നോ നമ്മെ നിർമ്മിച്ചത്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ പദ്ധതി ഓർത്താൽ നമുക്ക് ദൈവത്തിന് സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ സ്തോത്രങ്ങളെ ശ്രദ്ധിക്കുക, നമ്മുടെ ദൈവം നമ്മുടെ ഉടമസ്ഥനാണ്. സ്തോത്രം. സൃഷ്ടിതാവ് മാത്രമല്ല, നമ്മുടെ ഓണറും കൂടെ നമ്മുടെ ദൈവം. വിശ്വസിക്കുക, സ്തോത്രം ചെയ്യാവോ? അതുകൊണ്ട് ഉറപ്പായി വിളിച്ചു പറയാം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് പറയണം, എൻ്റെ ഉടമസ്ഥൻ നീയാ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ ഉറക്ക വിളിച്ചു പറയണം, എൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആരുമല്ല, എൻ്റെ അപ്പനും അമ്മയുമല്ല, എൻ്റെ ഉടമസ്ഥൻ നീയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെ ഉണ്ടാക്കിയത് 3 കാര്യങ്ങൾക്കായിട്ടാണ്. 3 കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് അത് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 43-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചുണ്ടാക്കിയതും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അവിടെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നിർമ്മിച്ചത്, സൃഷ്ടിച്ചത്? ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം സൃഷ്ടിച്ചു. സ്തോത്രം ചെയ്യാമോ? ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എന്തോ ചെയ്തത്? അല്ല, എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചെന്തോ ചെയ്തു? നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ എന്തോ ചെയ്തു? കൽപ്പിക്കും. അവിടെ എഴുതിയിരിക്കണം, കണ്ടോ? ദൈവത്തെ കലിശതകളിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? ദൈവത്തിൻ്റെ മഹത്വത്തിനായി. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചതെങ്കിൽ അല്ലെ സ്തോത്രം ഒന്നാമത് തിരിച്ചറിയണം, ഞാൻ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഞാൻ ഈ മഹത്വം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെ ഈ സ്തോത്രം ഇന്നത്തെ കാലത്ത് അല്ലെ ഈ സ്തോത്രങ്ങളിൽ മനുഷ്യർ മഹത്വം മോഷ്ടിക്കുന്നവർ. സ്തോത്രം അല്ലെ സ്തോത്രഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്, ഒരുത്തൻ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് ദൈവം കൈയോങ്ങി എന്തോ ചെയ്തു? ഒരൊറ്റ അടി കൊടുത്തു. അത് മറ്റാരുമല്ല, ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് കൈയോങ്ങി ദൈവം എന്തോ ചെയ്തു? ഒരടി കൊടുത്തു. അവൻ എന്തോ ചെയ്തെന്നറിയാമോ? കൃമിക്കിരയായി പ്രാണനെ വിട്ടുവന്ന്. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കണം.
ഞാൻ പറഞ്ഞല്ലോ ഈ കാലഘട്ടത്തിൽ മകത്തെ മോഷ്ടിക്കുന്നവരുടെ കാലഘട്ടമാണ്. എൻ്റെ ഓർമ്മ ഇവിടെ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും ഒരിക്കൽ കൂടി ആലോചിച്ച ഓർമ്മയില്ലാത്തവർക്കായി ഞാൻ പറയാം, ഓർക്കാത്തവർക്കായി, കേട്ടിട്ടില്ലാത്തവർക്കായി ഞാൻ പറയാം. ഈ മകത്തെ മോഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പ്രിയ ജോയൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പ്രിയ ജോയലിനോട് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ. ജോയലിൻ്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥന നിമിത്തം വിടുതലുണ്ടായെന്നിരിക്കട്ടെ. അതിൽ സ്തോത്രങ്ങളെ ജോയലിനോട് ഞാനൊരു ദൂത് പറഞ്ഞെന്നിരിക്കട്ടെ. ജോയലിൻ്റെ ജീവിതത്തിൽ ആ ദൂത് നിറവേറിയെന്നിരിക്കട്ടെ. പ്രിയ ജോയലിന് വേണ്ടി ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിരിക്കട്ടെ. തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടായെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ഇച്ചിലൂടെ കഴിഞ്ഞ് ഈ വിടുതലെല്ലാം പ്രാപിച്ചതിന് ശേഷം പ്രിയ ജോയൽ എന്നെ എന്തോ ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്തില്ല. സ്തോത്രം. എന്നെ എന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. ദൈവസഭയുമായി യാതൊരു അലിസ്തോത്രം കണക്ഷനും ഇല്ല. വല്ലപ്പോഴൊരിക്കൽ ഒന്ന് ആരാധനയ്ക്ക് വരും, ഒന്ന് പോകും. സ്തോത്രം. നമ്മൾ എന്തോ പറയും? എൻ്റെ മുമ്പിലിരിക്കുന്ന ആരും ഒന്നും പറയാത്തവരാകിയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അലിസ്തോത്രം. നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായ വിശ്വാസികളാണ്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ന്യൂത നിറവേറിയത്. അങ്ങനെ പറയാത്തവർക്കായി സ്തോത്രം. അലിസ്തോത്രം. ശ്രദ്ധിക്കണേ. അലിസ്തോത്രം വേണമെങ്കിൽ ഇങ്ങനെ കൂടെ പറയും, അവൻ്റെ കഷ്ടകാല സമയത്ത് ഞാൻ മാത്രമേ അവനോട് എന്തോ പറയാനുള്ളൂ, ദൂത് പറയാനുള്ളൂ, അവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൂ. സ്തോത്രം. ഇനി അലിസ്തോത്രങ്ങളിൽ ദൈവസഭ പ്രാർത്ഥിച്ചിട്ട് വിടുതലുണ്ടായെങ്കിൽ നമ്മൾ പറയും, എന്നെ പറയും, ദൈവസഭ മല്ലുകെട്ടി പ്രാർത്ഥിച്ചില്ല. അതെന്നാ കെട്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അലിസ്തോത്രങ്ങൾ വേലിക്കെട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണേ, മല്ലുകെട്ടി പ്രാർത്ഥിച്ചിട്ട് വിടുതലുണ്ടായത്. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതൊന്നും ഞാൻ പറയുകയല്ല. അലിസ്തോത്രം ഞാൻ പറയാം പ്രിയമുള്ളവരെ, പ്രിയ ജോയലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് മകത്വമെടുക്കാൻ, അവിടെ മകത്വമെടുക്കുന്ന ആരാ? ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൂത് പറഞ്ഞു. അലിസ്തോത്രം ദൈവസഭ പ്രാർത്ഥിച്ചു, അവിടെ മകത്വമെടുക്കുന്ന ആരാ? ആരാ? മനുഷ്യനാണോ ദൈവമാണോ? മനുഷ്യനാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടം മകത്വം മോഷ്ടിക്കുന്നവരുടെ കാലഘട്ടമാണ്. അലിസ്തോത്രം. ഞാനിത് പകൽ പറയാം, ഈ ലോകത്തിൽ സകലതും ദൈവം മനുഷ്യർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അലിസ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മധ്യത്തിൽ, അവൻ്റെ സമാധാനവും കൊടുത്തു, അവൻ പ്രാണനെ കൊടുത്തു. എന്തിന്? അലിസ്തോത്രം. അവൻ്റെ വസ്ത്രം അവൻ വിട്ടുകൊടുത്തു. ഈ 3 കാര്യങ്ങൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, ഞാൻ ഒരു കാര്യം മാത്രം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ മകത്വം മാത്രം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇന്ന് മകൾ മകത്വത്തിന് യോഗ്യനായവനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, സ്തുതിക്ക് യോഗ്യനായവനെ, ഹൃദയം തുറന്ന് മകത്വപ്പെടുത്താൻ കൃപ പ്രാപിച്ച ദൈവജനത്തിനായി ഈ പകൽ സ്തോത്രം ചെയ്യുക. അവന് മകത്വം കൊടുക്കുന്നതുപോലെ ഈ പകൽ മകത്വം കൊടുക്കാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുക. അവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് 1 ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, 2 അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് എന്താണ്? യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച എൻ്റെ ജനം, അലിസ്തോത്ര, സ്തുതിയെ എന്തോയും വിവരിക്കും. ഒന്ന് കരമുറുത്തി സ്തോത്രം ചെയ്യാമോ? ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച എൻ്റെ ജനം എന്ത് വിവരിക്കും? സ്തുതിയെ വിവരിക്കും. ഒന്ന് സ്തോത്രം ചെയ്യാമോ? അലിസ്തോത്രം. മകത്വം കരയറ്റാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മെ വിളിച്ചത്. 2 ദൈവം നമ്മെ വിളിച്ചത് സ്തുതി കരയറ്റാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അലിസ്തോത്രം. പണ്ടൊക്കെ പാസ്റ്റർമാർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ ആൾക്കാരെന്തോ പറയും? സ്തോത്രം പറയും. സ്തോത്രം. ഇന്ന് അലിസ്തോത്രം പാസ്റ്റർമാർ പറയണം, അലിസ്തോത്രം, ശക്തിയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ. സ്തോത്രം. അപ്പോഴേ 3 ഹല്ലേലൂയ പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരെണ്ണത്തിനകത്ത് നിർത്തും. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഒരു ചർച്ചയിൽ പോയപ്പോഴത്തേന് അവിടെ 7 ഹല്ലേലൂയാണ് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞാൽ 7 ഹല്ലേലൂയ പറയുള്ളൂ. സ്തോത്രം. നിങ്ങൾ ഈ പറയുമ്പം അതാരാന്നുള്ളത് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. 7 കുറഞ്ഞവരെന്തോ ചെയ്തില്ല, പറയത്തില്ല. സ്തോത്രം. അത്രയും പറഞ്ഞില്ലേലും ആരും പറയാതെ സ്തോത്രം ചെയ്യുന്നവർക്കായി സ്തോത്രം. ഒന്ന് കരമുറുത്തി സ്തോത്രം ചെയ്യാവോ? അലിസ്തോത്രം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ സ്തോത്രത്തിന് ശക്തിയുണ്ട്.
സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സ്തോത്രം നമ്മൾ ഏതോ ഒരു പ്രാർത്ഥനയും ഞാൻ പറഞ്ഞു, നമ്മൾ ഈ വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു കാര്യം സക്സസ് ആകാൻ വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്യും, പ്രാർത്ഥിക്കും, അലിച്ചത്ത് ഉപവസിക്കും, എല്ലാം ചെയ്യും. പക്ഷെ വിടുതൽ കിട്ടിക്കഴിഞ്ഞ് ഒരു യാത്ര മംഗളകരമായി തീർന്നതിന് ശേഷം, ഒരു വിവാഹം അനുഗ്രഹമായി നടന്നതിന് ശേഷം, ഒരു വീടിൻ്റെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ശുശ്രൂഷ സക്സസ് ആയതിനു ശേഷം, ഒരു യാത്ര സക്സസ് ആയതിനു ശേഷം നമ്മൾ എത്രമാത്രം സ്തോത്രം ചെയ്യാറുണ്ട്? സ്തോത്രം, സ്തോത്രം. ഇന്നു പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് സ്തുതി കരേറ്റാനാ ദൈവം നമ്മെ നിർമ്മിച്ചത്. ഒന്ന്, അവൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ സൃഷ്ടിച്ചു. രണ്ട്, അവൻ്റെ സ്തുതിക്ക് വേണ്ടി അവൻ നമ്മെ സൃഷ്ടിച്ചു. മൂന്ന്, ദൈവം നമ്മെ സൃഷ്ടിച്ചത്. വായിക്കാം അലിസത്ര സദൃശവാക്യം 16-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. വായിച്ചാട്ട് 16-ന്റെ 4-ാമത്തെ വാക്യം. സ്തോത്രം. യഹോവ സകലത്തെയും തൻ്റെ എന്തിനായി? ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ ദൈവം തോയി ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു കാര്യം സ്തോത്രം ചെയ്യാവോ? ശ്രദ്ധിക്കണേ, ദൈവം നമ്മെ ഉണ്ടാക്കിയതിന് ദൈവത്തിന് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം ചെയ്യാവോ? വെറുതെ ദൈവം നമ്മളെ സൃഷ്ടിച്ചതല്ല. സ്തോത്രം. ദൈവം നമ്മെ ഉണ്ടാക്കിയത് വെറുതെ ദൈവം നമ്മളെ ഉണ്ടാക്കിയതല്ല. ദൈവത്തിന് എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒന്ന്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന് മഹത്വം കരേറ്റാൻ. രണ്ട്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഹല്ലേലൂയ അവൻ്റെ സ്തുതിയെ വിവരിക്കാൻ. മൂന്ന്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ ഉദ്ദേശത്തിനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഏതിൽ നിന്നാണെന്നറിയാമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. മാത്രമല്ല, അവൻ സൃഷ്ടിച്ചപ്പോൾ മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടിയല്ല, അവൻ ആരുടെയും സഹായമില്ലാതെ ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. നാലാമത്തെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം സൃഷ്ടിച്ചതിനെ എല്ലാം അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഒരു മെഷീൻ ഉണ്ടാക്കിയാൽ, ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ അതിനെ പരിപാലിക്കണം, അതിനെ കേടുപാടുകൾ തീർക്കണം. ഇന്ന് പകൽ നമുക്കെല്ലാവർക്കും ഒന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തോത്രം ചെയ്ത് പറയാൻ പറ്റും, യഹോവ എന്റെ പരിപാലകനാണ്, അവൻ എന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ ഹിതപ്രകാരം സൃഷ്ടിക്കപ്പെട്ട നാം ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശത്തിലേക്ക് എത്തണമെങ്കിൽ സ്തോത്രം നാം ചിലത് പാലിക്കണം. അതൊന്ന് മനസ്സിലാകണമെങ്കിൽ സ്തോത്രം യിരെമ്യാ പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നു. 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഒന്ന് നിർത്തി വായിക്കണം. 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ മതി. സ്തോത്രം. വിശ്വാസികളായ നാം കളിമണ്ണിന് തുല്യരാണ്. നമ്മുടെ കർത്താവ് കുശവനാണ്. അവൻ നമ്മെ നന്നായി പണിയുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, അവൻ നമ്മെ നന്നായി പണിയണമെങ്കിൽ ഒന്നാമത് നാം അവൻ്റെ കരങ്ങളിൽ താണിരിക്കണം. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, സ്തോത്രങ്ങൾ, അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ എന്തോ ചെയ്യണം? താണിരിക്കണം. ഇന്ന് പകൽ സൃഷ്ടിതാവ് നമ്മുടെ മേൽ ചില ക്രിയകൾ ചെയ്യണമെങ്കിൽ അവൻ്റെ ഹിതത്തിനനുസരിച്ചുള്ള ഒരു മാനപാത്രമായി ഒന്ന് പുറത്തു വരണമെങ്കിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും അവൻ്റെ സന്നിധിയിലൊന്ന് താണിരിക്കണം. നമ്മളെല്ലാവരും ഭയങ്കര ബിസി ആൾക്കാരാണ്. നമുക്ക് എയർപോർട്ടിൽ പോയാൽ നമ്മൾ 6 മണിക്കൂർ ഇനി ചെക്ക് ഇൻ കഴിഞ്ഞ് അതിനകത്ത് കയറി 5 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഇരിക്കും.
ട്രെയിൻ ഇനി ഒരു 6-7 മണിക്കൂർ ലേറ്റ് ആണെങ്കിലും നമ്മൾ എന്തോ ചെയ്യും? കാത്തിരിക്കും. പക്ഷേ ദൈവപ്രവർത്തികൾക്കായി നമ്മൾ കാത്തിരിക്കാറുണ്ടോ? ഇന്നു പകൽ അവൻ നമ്മെ തക്ക സമയത്ത് അവൻ ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് പണിയണമെങ്കിൽ ഇന്നു പകൽ ഞാനും നിങ്ങളും അവൻ്റെ സന്നിധിയിൽ ഒന്ന് താണിരിക്കണം. എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്ത് പറയാൻ പറ്റും? കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ താണിരിക്കാൻ ഇന്ന് പകൽ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ഒന്ന് പണിയണമേ, എൻ്റെ തലമുറയെ ഒന്ന് പണിയണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് പണിയണമേ, എൻ്റെ ബുദ്ധിയെ ഞാൻ മാറ്റുന്നു, എന്നെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പകലൊന്ന് പണിയണമേ എന്ന് പറഞ്ഞ് അവൻ്റെ കരങ്ങളിൽ താണിരിക്കാൻ എത്ര പേർ തയ്യാറാണ്? നമുക്കൊക്കെ നമ്മുടെ ഇഷ്ടം എന്നാണെന്നറിയാവോ? ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം. സ്തോത്രം ചെയ്യാവോ? നമ്മളൊക്കെ ഇപ്പൊ ദൈവം പറയുന്ന പ്ലാനിനനുസരിച്ചല്ല ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, സ്തോത്രം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചില കാര്യങ്ങൾ ദൈവത്തോട് പറയുന്ന. കർത്താവേ, അങ്ങനെ ചില കാര്യങ്ങൾ, സ്തോത്രം ചെയ്യാവോ, അങ്ങനെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ചെയ്തു തരണം. പക്ഷേ അങ്ങനല്ല. ദൈവത്തോടൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് എൻ്റെ ബുദ്ധിയെ ഞാൻ മാറ്റിവെക്കുന്നു, എൻ്റെ ഇഷ്ടത്തെ ഞാൻ മാറ്റിവെക്കുന്നു. എൻ്റെ മേലുള്ള, എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള, എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് ഇന്ന് മകൾ ദൈവത്തോടൊന്ന് ചോദിക്കാമോ? അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി താണിരിക്കുമെങ്കിൽ അവൻ ഇഷ്ടമുള്ള മാനപാത്രങ്ങളാക്കി അവൻ നമ്മുടെ കുടുംബങ്ങളെ പണിയും, നമ്മെ ഒന്ന് പണിയും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി ചിലർ ഇടപെടുകയാണ്. ഇന്ന് പകൽ നമ്മുടെ ഇഷ്ടമൊന്ന് മാറ്റിവെക്കാൻ ചിലരുടെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ഇടപെടുകയാണ്. ചില മാനുഷിക ഇഷ്ടങ്ങൾ ദൂരേക്ക് മാറ്റിവെച്ചിട്ട് ദൈവത്തോട് പറയാം, തമ്പുരാനെ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അങ്ങയുടെ പെർഫെക്റ്റ് വിൽ, അങ്ങയുടെ പൂർണ്ണഹിതം എൻ്റെ മേലൊന്ന് നിറവേറണമേ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽ സമർപ്പിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും അവൻ നമ്മെ പണിയാനിടയായി തീരും. ഇന്ന് പകൽ അവൻ്റെ കരങ്ങളിൽ ഒന്ന് താണിരിക്കാൻ തയ്യാറാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു മോശയുടെ കരത്തിൽ ഒരു വടി പോലെ, അലിസ്തോത്ര ശിംശോന്റെ കരത്തിലെ ഒരു പച്ചത്താടിയല്ല് പോലെ, അലിസ്തോത്ര ഹല്ലേലൂയ, ആ ബാലന്റെ കയ്യിലെ 5 അപ്പം പോലെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഇന്ന് പകൽ അങ്ങനെ സമർപ്പിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മെ ഉപയോഗിക്കാനും തയ്യാറാണ്. മോശയുടെ കരത്തിലെ വടി, അവൻ്റെ കരച്ചിത്ര ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ അവൻ്റെ കയ്യിലെ വടിയെ ഒരു പാമ്പാക്കി മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ശിംശോന്റെ കയ്യിലെ താടിയല്ല് കൊണ്ട് 1 2 എന്ന് പറഞ്ഞ് 1000 ഫെലിസ്ത്യരെ കൊന്നുകളയാൻ ദൈവത്തിന് അവന്റെ മേൽ ഹിതം തോന്നിയെങ്കിൽ, ബാലന്റെ കയ്യിലിരിക്കുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിൽ, അവിടെയൊക്കെ ദൈവത്തിന്റെ ഹിതത്തിനായി അതൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാ ദൈവം അതിന്റെ മേൽ അവന്റെ കരം ചലിപ്പിച്ചതെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുക, ദൈവത്തിന് ഇഷ്ടമുള്ള ചിലത് നിന്റെ മേലൊന്ന് വെളിപ്പെട്ടു വരാൻ അവന്റെ ഹിതത്തിനായി സൃഷ്ടിതാവിന്റെ കരത്തിലേക്ക് ഈ പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവാത്മാവ് ചിലരോട് ഈ പകൽ ഇടപെടുകയോ? അപ്പച്ച, നിന്റെ ഇഷ്ടം മാത്രം മതി, നിന്റെ ഹിതം മാത്രം മതി, നിന്റെ പദ്ധതി മാത്രം മതി. എന്റെ മേൽ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, അങ്ങയുടെ ഹിതത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഈ വചനത്തിനകത്ത് നിന്ന് വളരെ ശാന്തമായി പ്രവചനാത്മാവിൽ ഇടപെടുന്നു. നിന്റെ ബുദ്ധിയെ ദൂരേക്കൊന്ന് മാറ്റിവെക്ക്, ദൈവത്തിന്റെ ഹിതത്തെ ദൈവത്തോടൊന്ന് ചോദിക്ക്. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, നിന്റെ പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും, നീ കടന്നു പോകുന്നത് തീച്ചൂള സമാനമായ വിഷയമാണെങ്കിലും, പുറത്താരോടും പറയാൻ പറ്റാത്ത ചില വിഷയങ്ങളിലൂടെ ആയിരിക്കാം നീ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലർ ഇടപെടുന്നത് നിന്റെ ഇഷ്ടത്തെ അല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി. തമ്പുരാന്റെ മുഖത്തേക്ക് നോക്ക്. അവൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ നിന്റെ ഉടമസ്ഥൻ ഒരു മനുഷ്യനല്ല, ഉയരത്തിലെ അപ്പനാണ്. അവൻ നിന്നെ പണിയാൻ, അവൻ നിന്നെ പണിതെടുക്കാൻ, നിന്റെ കുടുംബത്തെ പണിയാൻ, നിന്റെ തലമുറയെ പണിയാൻ അവൻ മതിയായ ദൈവമോ? മനസ്സിലാകുന്നവർ മാത്രം കരം ചേർത്ത് അടിച്ച് ദൈവത്തെ ഒരു അല്പസമയം ദൈവത്തെ ആരാധിക്കട്ടെ. അവൻ ഇന്ന് പകൽ പണിയുന്ന ദൈവമാണ്. അവൻ നമ്മെ
പണിയുന്ന ദൈവമാണ്. അവൻ ഈ പകൽ നമ്മെ ഒന്ന് പണിയേണ്ടതിന് അവന്റെ ഇഷ്ടത്തിനായി ആ കുശവന്റെ കരത്തിലേക്ക് ഈ പകൽ ഒന്ന് സമർപ്പിക്കാമോ? അവൻ നമ്മെ പണിയുന്ന ദൈവമോ? അവന്റെ കലശത്ര കുശവന്റെ കയ്യിൽ ഒരു കളിമണ്ണ് പോലെ നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വളരെ ശാന്തമായിട്ടാണ് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു ഉണർവിൻ്റെ പ്രസംഗമല്ല ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ ഉണർവുണ്ടാകേണ്ടത് അകത്തൊരു മാനസാന്തരം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണർവുണ്ടാകും. ഇന്ന് പകൽ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പ്രവചനാത്മാവിൽ ചില കൂടാരങ്ങളോട്, ചില വ്യക്തിത്വങ്ങളോട് ആത്മാവ് ഇടപെടുന്നു. നിന്നോടുള്ളൊരു അവസാനത്തെ വാക്കാണ്, നിന്റെ ബുദ്ധിയെ ഒന്ന് മാറ്റിവെച്ചിട്ട് ചില ഡിസിഷനുകളിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ഇഷ്ടമെന്നെന്ന്, ദൈവത്തിന്റെ ഹിതമെന്ന് ഇന്ന് പകൽ നാരായാൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് കൈമാറുകയാ. ദൈവത്തിന്റെ ഹിതമെന്ന് ഇന്ന് പകൽ മാരായ ദൈവമേ, ഈ പകൽ എന്റെ പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിക്കണമേ എന്ന് പറഞ്ഞ് ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ ഒരു അർശമായ കരം ചില മേഖലകളിലേക്ക് ചലിക്കപ്പെടുകയാ. പ്രിയമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ചേർത്ത് പണിതത്, ഒരാളുമായി നമ്മെ ചേർത്ത് പണിതത് സ്വർഗത്തിലെ ദൈവമാണ്. നമുക്ക് തലമുറകളെ നൽകിയത് സ്വർഗത്തിലെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്നു പകൽ ദൈവത്തോട് പറയണം, കർത്താവേ, നീ എൻ്റെ ഉടമസ്ഥനാണ്, നീ എന്നെ പണിയുന്ന ദൈവമാണ്. എൻ്റെ കുടുംബത്തെ ഒന്ന് പണിയണമേ, എൻ്റെ തലമുറകളെ ഒന്ന് പണിയണമേ, എൻ്റെ കുടുംബ ജീവിതത്തെ ഒന്ന് പണിയണമേ. ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു തീരുമാനത്തിലേക്ക് നീ കയറുന്നതിന് മുൻപ് ദൈവത്തിന്റെ ഇഷ്ടം ഒന്ന് ചോദിക്ക. ഒന്ന് കരപുറത്ത് സ്തോത്രം ചെയ്യാവോ? ഞാൻ നിങ്ങളോടൊരു ചോദ്യം, കരമൊന്ന് ഉയർത്തണ്ട. പണ്ട് പ്രാർത്ഥിച്ചതുപോലെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുറപ്പുള്ളവർ മാത്രം സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ ചോദ്യം ഇന്ന് പകൽ ഞാൻ ചോദിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. ഒരു കരവും ഞാൻ കണ്ടില്ല. ഇന്ന് പകൽ യു മേ പ്ലീസ് കമ്മിങ് ബാക്ക്. ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ അങ്ങനൊരു തീരുമാനമെടുത്താൽ അതിനപ്പുറത്ത് സ്വർഗം സന്തോഷിക്കുന്ന പകലല്ല. ഇന്ന് പകൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, അങ്ങനെ ഒന്ന് കരയാൻ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ആ നിയോഗത്തിലേക്കൊന്ന് കയറി വരാൻ ഈ പകൽ ചിലരെങ്കിലും തയ്യാറായാൽ, ഇതിനകത്തിരിക്കുന്ന ഒരാളെങ്കിലും തയ്യാറായാൽ, അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ വിഷയത്തെ പണിയുന്നവൻ, നിന്നെ പണിയുന്നവൻ, നിന്റെ കുടുംബത്തെ പണിയുന്നവൻ ഈ പകലൊന്ന് പണിയാൻ അവൻ നല്ല കുശവനോ. ഇന്ന് പകൽ അവന്റെ കരങ്ങളൊന്ന് താണിരിക്കാമോ? ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുകയാണ്. ഈ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ കണ്ടത്, കുശവൻ ചക്രത്തിൽ എന്തോ ചെയ്യുക, പണി ചെയ്യുക. എന്നാൽ അതിനു മുമ്പ് ചില പ്രോസസ്സിംഗ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ കളിമണ്ണിനെ എന്തോ ചെയ്യണം? ചവിട്ടിക്കുഴയ്ക്കണം. ചവിട്ടിക്കുഴയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്തെ കട്ടകളെല്ലാം എന്തോ ചെയ്യണം? ഉടയണം. സ്തോത്രം. ഈ കട്ടകൾ ഉടയപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം ഒന്നാമത് താഴണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആരാണെന്ന് എനിക്കൊരു ഭാവമുണ്ടെങ്കിലുണ്ടല്ലോ, സ്തോത്രം, നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്താൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയാം, എൻ്റെ സ്വയമെല്ലാം ഒന്ന് ഉടയപ്പെടാൻ തയ്യാറായാൽ, എൻ്റെ സ്വയം ഒന്നിടയുടയപ്പെടാൻ തയ്യാറായാൽ, സ്തോത്രം, ഞാൻ ആരോ ആണെന്നുള്ളൊരു ഭാവം എന്നിൽ ഉടയപ്പെടാൻ തയ്യാറായാൽ ദൈവം എന്നെ പണിയാനിടയായിത്തീരും. സ്തോത്രം, ഒന്നാമത് ഉടയപ്പെടേണ്ടത് എൻ്റെ സ്വയം ഉടയപ്പെടണം. രണ്ടെന്നെ മനോഭാവം ഉടയപ്പെടണം. കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽ നമ്മുടെ മനോഭാവങ്ങളെ മാറ്റി ദൈവത്തോട് പറയണം, കർത്താവേ, നീ എന്നെ ഒന്ന് കുഴയ്ക്കണമേ, എന്റെ കട്ടകളെ ഒന്ന് ഉടയണമേ, ഉടയ്ക്കണമേ. ഞാൻ എവിടൊക്കെ ഒന്ന് ഉടയപ്പെടേണ്ടതുണ്ടോ അവിടൊക്കെ ഒന്ന് ഉടയപ്പെടാൻ. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ, ഒന്ന് ദൈവസന്നിധി ഹൃദയം നുറുങ്ങി ഒന്ന് കരയാൻ പണ്ടത്തെ പോലെ എന്തോ ചെയ്യുന്നില്ല, സ്തോത്രം, പറ്റുന്നില്ല. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദിവസങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് ഉടയപ്പെട്ടൊന്ന് കരയാൻ.
ദൈവസന്നിധിയിൽ ഒന്ന് ഹല്ലേലൂയ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, എൻ്റെ മേലൊരു കൃപ പകരണമേ എന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ചിലർ ഇടപെടുന്നു. നിന്നെ ഉടയ്ക്കാൻ കഴിവുള്ളവൻ, നിന്നെ പണിയാൻ കഴിവുള്ളവൻ, നിന്റെ മേൽ അലിച്ചിതകളി അധികാരമുള്ളവൻ, നിന്നെ നല്ലവണ്ണവൻ കുടച്ചെടുക്കും. ഹല്ലേലൂയ. ചില കഷ്ടങ്ങൾ, ചില വേദനകൾ മറ്റൊന്നുമല്ല, നമ്മെ ഒന്ന് കുഴച്ചെടുക്കാനാണ്. ചിലർ പറയും, പാസ്റ്ററെ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില മറുപടികളൊന്നും വരുന്നില്ല. മറ്റൊന്നുമല്ല, ഞാൻ പറയാം, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആ മണ്ണ്, കുശവൻ എന്തോ ഇഷ്ടമുള്ള രീതിയിൽ ആ മണ്ണൊന്ന് പരുവപ്പെട്ടിട്ടില്ല. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമ്മളൊന്ന് കയറി വന്നാൽ മാത്രമേ ദൈവം നമ്മളോട് ചിലത് ചെയ്യാൻ തുടങ്ങൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുന്നു. ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദീർഘിപ്പിക്കുന്നത് പറഞ്ഞ് ഭാരപ്പെടേണ്ട. ദൈവത്തിന് ഇഷ്ടം എന്താണ് കർത്താവേ? ദൈവത്തോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എന്താണ്? അതെൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. അതിനകത്ത് ഉടയപ്പെടേണ്ട ചിലത് കാണും. ചില കല്ലുകൾ കാണും. ചില കലിഷ്ടത്തിൽ കരിയില പോലെ ചില ചവറുകൾ കാണും. ഇതൊക്കെ എന്തോ ചെയ്യണം? മാറ്റിക്കളയണം. അത് ചെറിയൊരു കരിയിലയല്ലേ എന്ന് പറഞ്ഞ് കിടന്നാൽ ആ കുശവൻ്റെ കൈ കൊണ്ട് ആ ചക്രത്തിന്മേൽ വെച്ച് ആ മണ്ണ് പണിയുമ്പോൾ, ആ ഫലശുത്ര ആ പാത്രമായി പുറത്തു വരുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുന്നു. ചെറിയ ഒരു കാര്യം പോലും നീ ഇന്ന് പകൽ മാറ്റണം. എന്തോ പരിശുദ്ധാത്മാവ് ശക്തമായി ചിലരോട് ഇടപെടുന്നു. ഇന്ന് പകൽ ചെറിയൊരു കാര്യം പോലും നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റണം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ചിലരെ വിവേചിച്ചിടപെടുകയാ. നിന്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ നിന്ന് ആരും അറിയാത്ത ചില മേഖലകളുണ്ടല്ലോ, ചില രഹസ്യ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ഇരുട്ടത്ത് ടോർച്ചടിക്കുന്നത് പോലെ ഈ പകൽ നിന്റെ രഹസ്യമായ ചില മേഖലകളിലേക്ക് ആത്മാവ് പകൽ ഒരു ടോർച്ചടിച്ച് ചില വെളിച്ചങ്ങൾ ഈ പകൽ ആത്മാവ് കൈമാറുകയാ. ആത്മാവ് ചിലരോട് ഇടപെടുകയാ. ഒന്ന് മടങ്ങി വരാൻ, ദൂരേക്ക് വലിച്ചെറിയാൻ ഇന്ന് മകൻ തയ്യാറായാൽ അവൻ ഇഷ്ടമുള്ള രീതിയിൽ അവൻ നിന്നെ കുഴച്ചെടുക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതി യാത്ര ചെയ്തിട്ട് ദൈവമേ എന്നോട് പ്രസാദിക്കണമെന്ന് പറഞ്ഞാൽ തമ്പുരാൻ പറയും, ഞാൻ അവസ്ഥയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നവനല്ല, ഞാൻ വ്യവസ്ഥയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നവനാണ്. കരമൂർത്തി സ്തോത്രം ചെയ്യാമോ? ഹി ഹാവ് സം ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് നീ യാത്ര ചെയ്താൽ ദൈവം നിന്നെ പണിയും, എന്നെ പണിയും. അലിസ്തോത്രം. മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരികയാണ്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. അവൻ മൂന്നാമത് ചെയ്യുന്നത്, അവൻ ചക്രത്തിന്മേൽ വെച്ച് അവൻ എന്തോ ചെയ്യാൻ തുടങ്ങി? പണിയാൻ തുടങ്ങി. ചക്രം അലിസ്തോത്രകളിലുയ്യ ഈ പലിശത്തുകളിൽ കറങ്ങി തുടങ്ങുമ്പോൾ അവൻ മണ്ണ് വെച്ച് എടുത്തു വെച്ച് അതിനകത്ത് അവൻ്റെ കരവും അതിനോടൊപ്പം എന്ത് ചെയ്യാൻ തുടങ്ങും? ചലിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ചെയ്യുന്ന ആ ചക്രം കറങ്ങി തീരുന്നതിന് മുൻപ് അതിനകത്ത് മനോഹരമായ ഒരു പാത്രം രൂപപ്പെട്ടിരിക്കും. ആ സമയത്ത് അവൻ്റെ കൈകൾ ചലിക്കും, അലിസ്തോത്രക്കാരങ്ങൾ ചലിക്കുമ്പോൾ പൊങ്ങി നിൽക്കുന്ന, മുഴച്ചു നിൽക്കുന്ന സകല മേഖലകളും താഴേക്കൊന്ന് അമർന്നു പോകാനിടയാ തീരും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, അലിസ്തോത്ര ഏതെങ്കിലും മേഖലകളിൽ ഇന്ന് പകൽ അവന്റെ കരത്തിൽ ഇടങ്ങി ആയുധമാക്കി സമർപ്പിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്ന ജഡ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറയണം, തമ്പുരാനേ നീ എന്നെ ഇന്ന് പകൽ ഒന്ന് പണിയണമേ, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ എന്നെ ഒന്ന് പണിയണമേ എന്ന് പറഞ്ഞ് ഈ പകൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവൻ നമ്മെ പണിയും. മലയമോ എൻ്റെ വാക്കുകളെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് പകൽ ദൈവത്തോട് പറയണം, അങ്ങൻ്റെ സൃഷ്ടിതാവാണ്, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ഒന്ന് പണിയണമേ. ഒടുവിലായി കാണുന്ന കാര്യം, അലിസ്തോത്ര ഈ ചക്രത്തിനുമേലുള്ള പണി കഴിഞ്ഞ് ഈ കുശവൻ എന്ത് ചെയ്യുന്നറിയാമോ? തീച്ചൂളക്കകത്തേക്ക് ഇതിനെ എടുത്തു വയ്ക്കും. ഈ തീച്ചൂളക്കകം എന്ന് പറയുന്നത് വല്ലാത്ത ചില ശോധനയുടെ അനുഭവമാണ്, വേദനയുടെ അനുഭവമാണ്. ആ തീച്ചൂളക്കകത്ത് ഒരു പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വേദന ഉണ്ടായേക്കാം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ആ തീച്ചൂള നശിപ്പിക്കാനല്ല, ആ തീച്ചൂള കഴിഞ്ഞ് പുൽക്കകത്തു നിന്ന് നീ പുറത്തു വരുമ്പോൾ ചില മാറ്റങ്ങൾ നിന്റെ മേലുണ്ടാകും. ഒന്നാമത് നീ ഉറപ്പുള്ളതായി മാറും, 2 നിറമുള്ളതായി മാറും, 3 ഉപയോഗമുള്ളതായി മാറും, 4 വിലയുള്ളതായി മാറും.
ചില തീച്ചൂളകൾ നിന്നെ നശിപ്പിക്കാനല്ല, എന്നെയും നിങ്ങളെയും തകർത്ത് കളയാനല്ല. ചില ശോധനകൾ അല്ലെങ്കിൽ എന്നെയും നിങ്ങളെ തകർത്ത് കളയാനല്ല, നമ്മെ പിന്നെയും ഒന്ന് ക്രിസ്തുവിൽ ഉറപ്പിക്കാനാ, കർത്താവിൽ ഒന്ന് ഉറപ്പിക്കാനാ. നമുക്ക് നിറമുള്ളതായി മാറാനാണ്, നമുക്ക് വിലയുള്ളതായി മാറാനാണ്, അനേകർക്ക് ഉപയോഗമുള്ള മാനപാത്രമായി മാറാനാ. ഇന്ന് പകൽ ദൈവത്തോട് പറയാമോ, തമ്പുരാനെ എന്നെ അങ്ങേക്ക് ഹിതമുള്ള രീതിയിൽ ഒന്ന് പണിയണം, ഉറപ്പുള്ളതാക്കി എന്നെ ഒന്ന് മാറ്റണം, നിറമുള്ളതാക്കി മാറ്റണം. ഹല്ലേലൂയ. 3, എന്നെ ഒന്ന് വിലയുള്ളതാക്കി മാറ്റണം. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല അനേകർക്ക് ഉപയോഗമുള്ളതാക്കി എന്നെ ഒന്ന് മാറ്റണമേ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? നാം അനേകർക്ക് ഉപയോഗമുള്ളവരായി മാറണം. അതിലെല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ മഹത്വകരമായ ഉദ്ദേശം എന്തെന്നറിയാമോ? മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, തെസ്സലോനിക്കരുടെ ലേഖനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളം ധ്വനിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവരോടൊപ്പം ചേർന്ന് അവന്റെ മധ്യാകാശത്തിൽ അവനെ ആരാധിക്കാൻ നമ്മെ അവൻ വിളിച്ചു ചേർക്കും. അതിനുവേണ്ടിയാ എന്നെ നിങ്ങളെ അവൻ വിളിച്ചത്. ഇന്ന് പകൽ ആ ഉദ്ദേശം തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഞാൻ പറഞ്ഞു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ 3 കാര്യങ്ങൾക്ക് വേണ്ടി. 1, ദൈവത്തിൻ്റെ മഹത്വം കരയറ്റാൻ. 2, ദൈവത്തിന് സ്തുതി കരയറ്റാൻ. 3, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി. ദൈവത്തിൻ്റെ ഉദ്ദേശം 1, അവന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു മാനപാത്രമായി ഞാൻ നിങ്ങളും മാറണം. ഇന്ന് പകൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യാനല്ല ദൈവം എന്നെ നിങ്ങളെ വിളിച്ചത്, അവൻ ഇഷ്ടമുള്ള രീതിയിൽ. ഒന്ന് സ്തോത്രം ചെയ്യാവോ? ഒന്ന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? അല്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ള രീതിയിൽ കർത്താവെ എന്നെ ഒന്ന് പണിയണമേ, അങ്ങയുടെ ഉദ്ദേശം എൻ്റെ മേലൊന്ന് നിറവേറണമേ എന്ന് പറഞ്ഞ് എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, നമ്മളിവിടെ കൈയടിച്ച് പാട്ടുപാടിയിട്ട് ദൈവത്തെ സ്തുതിച്ചിട്ട് സ്തോത്രം ചെയ്തിട്ട് കർത്താവിൻ്റെ വരവിൽ ഞാൻ നിങ്ങളും എടുക്കപ്പെട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, 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 ഇവിടെ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായിത്തീരും. അതുകൊണ്ട് ദൈവത്തോട് പറയാം, കർത്താവേ അങ്ങയുടെ ഉദ്ദേശം എൻ്റെ മേൽ നിറവേറ്റണമേ, എൻ്റെ കുടുംബത്തിന് മേൽ നിറവേറ്റണമേ, എൻ്റെ തലമുറയുടെ മേൽ നിറവേറ്റണമേ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചാട്ട് ആ സൃഷ്ടിതാവായ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇതിനകത്ത് കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിച്ചു പറയാമോ, ദൈവമേ അങ്ങേക്ക് അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതുപോലെ മഹത്വപ്പെടുത്താൻ, അങ്ങേ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കാൻ, അങ്ങേ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ, അങ്ങയുടെ ഉദ്ദേശം എൻ്റെ മേലൊരു നിറവേറാൻ ഇന്ന് പകൽ എന്നെ തന്നെ ഞാൻ സമ്പൂർണമായി സമർപ്പിക്കുകയോ. അങ്ങയുടെ ഉദ്ദേശം എൻ്റെ മേലും നിറവേറണം, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിറവേറണം, എൻ്റെ തലമുറയുടെ മേൽ നിറവേറണം. ആ കർത്താവേ, അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എൻ്റെ തലമുറയെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽ അങ്ങയുടെ ഉദ്ദേശം എൻ്റെ മേലൊരു നിറവേറ്റപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അല്ലെ കൃപ പ്രാപിച്ച ദൈവജനം, ഇന്ന് പകൽ നിങ്ങളുടെ വലത് കരങ്ങൾ നിങ്ങളുടെ മാർവോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, തമ്പുരാനെ എന്നെ അതിനായി ഒന്നൊരുക്കണമേ, അങ്ങയുടെ ഉദ്ദേശം എൻ്റെ മേൽ സാധ്യമാക്കണം. ഈ ലോകത്തിൽ ഞാൻ ഓടിയിട്ട് എൻ്റെ വലിയ വിരുത് നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങെന്നെ കുറിച്ചുള്ള ആ ഉദ്ദേശം നിറവേറണമെന്ന് ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വലത് കരങ്ങൾ നിങ്ങളുടെ മാർവോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ ഈ ദൂതിൻ്റെ മുമ്പിൽ സമർപ്പിച്ച നിന്റെ ജനത്തിനായി സ്തോത്രം. ഈ ജനത്തെ ഇന്ന് പകൽ കരം വെച്ച് അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കൃപ ഈ ജനത്തിന് മേൽ പകരണമേ, അങ്ങയുടെ ഉദ്ദേശം ഈ ജനത്തിന് മേൽ ദൈവം നിറവേറ്റണമേ. ഇന്ന് പകൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഉദ്ദേശത്തിനായി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുക, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. കർത്താവേ, അങ്ങ് ഞങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അങ്ങയുടെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ഞങ്ങളെ ഒന്ന് പണിയണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് ഹിതമുള്ള രീതിയിൽ മാനപാത്രങ്ങളാക്കി കർത്താവ് പണിതെടുക്കണം. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് എടുത്തുകൊണ്ട് സ്തോത്രം. ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ സങ്കീർത്തനങ്ങളാൽ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വേഗത്തിൽ കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി അവരുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും. അതിനായിട്ട് വാത്സല്യ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനായി നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ. അകറ്റണോ തെറ്റിച്ച് വെളിച്ചത്തിൽ വസിക്കുന്നു എന്ന് മനമേക്കുകയെ വാക്കുക. എൻ്റെ ഉപകാരമൊന്നും മറക്കരുത്. Praise the Lord, the way unto the Lord rest also on him, and he shall bring it to pass. Psalms chapter 37 verse 5. Amen. ആത്മാവ് നിറഞ്ഞവരെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും സ്വന്തം ഹൃദയങ്ങളിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്യുകയും. എഫെസ്യർ 5:21. വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ അടുക്കലേക്ക് തിരുവി. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവമുള്ളവൻ തന്നെ. അവനത്തെക്കുറിച്ച് അനുദപിക്കും. യോബേൽ 2:13. My grace is sufficient for thee. Whoever calls on the name of the Lord shall be saved. Romans 10 verse 30. ജയിക്കെ ഞാൻ കൽപ്പിച്ചതുള്ള അവസാനത്തോളം അനിഷ്ഠം ചെയ്തതാണ് എൻ്റെ പിതാവ് എനിക്ക് എന്നതുപോലെ ഞാൻ ജാതിയുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുവൾ കൊണ്ട് അവനെ നയിക്കും. അവൻ കുശിയുടെ പാദങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. ആ പാപ സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ആമേൻ. Children, obey your parents, for this is in the Lord, for this is right. Amen. മൈക്ക് കൊടുത്തു മോനെ. And Joshua said unto the people, sanctify yourself, for tomorrow the Lord will do wonders among you. Joshua 3 verse 5. യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. സങ്കീർത്തനങ്ങൾ 143:1. He personally carried our load of our sins when he was crucified on the cross, so we can live a good life from now on. 1 Peter 2 verse 25. യഹോവ എന്നെ പാട്ടിയെ യാചന കേൾക്കുന്നത് അവനെ സ്നേഹിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ വാർത്തിപ്പിൻ, എല്ലാറ്റിനും സ്വന്തം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് കൃത്യശിദ്ധയും. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവരാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്വന്തം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് വേണം ക്രിസ്ത്യശിദ്ധയും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. സങ്കീർത്തനങ്ങൾ 9:1. അതിനെ അവൻ മനുഷ്യരാൽ സാധ്യമാതെ ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സങ്കീർത്തനങ്ങൾ 27:1. അവൻ നിങ്ങൾക്കായി കരുതുങ്ങളാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ.
Jesus answered, I am the way, the truth and the life. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതവൻ പുതിയതായി തീർന്നു. 2 കൊരിന്ത്യർ 5:17. Whoever does not take up their cross and follow me is not worthy of me. Whoever finds their life will lose it, and whoever loses their life for my sake will find it. Matthew chapter 10 verses 38 and 39. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:21. യഹോവൻ്റെ പ്രാർത്ഥന യാചകങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്നെ ചെവിയെങ്കിലേക്ക് ശാശ്വതം അവനെ ഞാൻ ജീവകാലം ഒക്കെ വിളിച്ച് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 116:1 വായിക്കുന്നു. ഈ വാത്സല്യ പൈതങ്ങൾക്ക് നേരെ എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഐസക് വർഗീസ് അങ്കിൾ ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമല്ലോ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവേ നന്ദി, കർത്താവേ സ്തോത്രം. യേശുവേ ഈ സമയത്തെ പ്രവാസം കർത്താവേ ഞങ്ങൾക്ക് ആരാധനയിൽ തെളിവരുമെന്നോ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും പാടുവാനെല്ലാം എൻ്റെ യേശുവിനായി ഞങ്ങൾക്ക് കൃപയും ശക്തിയും തന്നു. കർത്താവേ അനുഗ്രഹമായ ദൈവവചനം കേട്ടു. കർത്താവേ ഞങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങളെ എൻ്റെ യേശുവെ അനുഗ്രഹമായ സാക്ഷ്യം പറയുവാനുള്ള കൃപ കൊടുത്തു, ആരോഗ്യം കൊടുത്തു. അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി കർത്താവേ. തുടർന്ന് അവർ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി യേശുവിൻ്റെ കൃപയിൽ അവർ വളരുവാനിടയാകണമേ. ഒരനർത്ഥത്തിലും ഓരോ പ്രയാസത്തിലും അവരെ കൊണ്ടുപോകരുതേ. അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിച്ച് യേശുവിൻ്റെ മഹത്വം വിളിച്ചു പറയുവാൻ, യേശുവിൻ്റെ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായി ജീവിച്ച് വളരുവാൻ കൃപയുണ്ടാകണമേ. അവർക്ക് ബുദ്ധിയും ശക്തിയും കൊടുക്കണം. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ എൻ്റെ യേശുവിൻ്റെ കരങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമേ. അവിടെ യാത്രയിൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അവിടെ എല്ലാ സമയത്തും എൻ്റെ യേശുവിൻ്റെ കരങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. സകലതും എൻ്റെ കർത്താവായ യേശുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പൊന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങൾക്ക് പോയിരിക്കാം, യഥാസ്ഥാനങ്ങളിൽ പോയിരുന്നാട്ട്. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിന്റെ സന്നിധിയിൽ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപാധിയെ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപാധിയെ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ,
കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. സാക്ഷ്യവാചകങ്ങളിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കായും നമുക്ക് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട രോഗികളായി ഭാരപ്പെട്ട പ്രിയപ്പെട്ടവർ, വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒരല്പസമയം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മുറിവേറ്റ കരം വയ്ക്കുവാൻ, വിവാഹപ്രായമായ എല്ലാ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേൽ പകരുവാൻ, വിടുതലുകൾ ദൈവം കൈമാറുവാൻ, ദൈവത്തിന്റെ നീതിയുള്ള കരം എല്ലാവരുടെ മേൽ വയ്ക്കുവാൻ, ആ ഭാരപ്പെട്ട ജനത്തെ ദൈവം കരം വെച്ച് അനുഗ്രഹിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് മകൾ നീട്ടപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി പ്രാർത്ഥിക്കാം. ഇതിലേക്ക് കരം നീട്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കരം വെച്ച് അനുഗ്രഹിപ്പാൻ, ഞെരുക്കത്തോടെ ഭാരത്തോടെ ആരെങ്കിലും കരം നീട്ടിയെങ്കിൽ വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അധികം ചെലവിടുവാൻ തന്റെ ജനത്തെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തിന്റെ കൃപ ഈ ഒരാഴ്ച മുഴുവൻ നമ്മോട് ഓരോരുത്തരോട് കൂടെ ഇരിപ്പാൻ, നടക്കേണ്ട യൂത്ത് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ നോബൽ ബനേസറങ്കൽ പ്രാർത്ഥിച്ച് ഈ വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടിക്ക് ഇന്ന് പകൽക്കാലത്ത് തന്ന നല്ല ആരാധനയ്ക്കായി സ്തോത്രം. അടികളെ കേൾപ്പിച്ച എല്ലാ ദൈവത്തിന്റെ വചനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ അവിടുന്ന് ഭയങ്കരവും അതിശയവുമായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ, അപ്പോൾ അവിടുത്തെ നിർണയഹിതം ഞങ്ങൾ വെളിപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പകൽക്കാലത്തെ എല്ലാ ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സാക്ഷ്യം പറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കളെ ദൈവരെ ഏൽപ്പിക്കുന്നു, പേര് പേരായി കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടെ വിഷയങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ വിളുതൻ്റെ കരം നീട്ടണമേ. പ്രത്യേക ശാരീരിക ക്ലേശം അനുഭവിച്ച ഭവനങ്ങളിലായിരിക്കുന്നവരെ ഹല്ലേലൂയ ഞങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അവർക്ക് സൗഖ്യം കൽപ്പിച്ച് അവരെ അനുഗ്രഹിക്കണമേ. അടുത്ത ദിവസങ്ങളിൽ സൗഖ്യം ലഭിച്ചെന്ന് അറിയുവാൻ സഹായിക്കണമേ. പ്രത്യേക ആക്സിഡന്റിൽ കാലിൻ്റെ പ്രയാസത്തിലായിരിക്കുന്ന ആ പ്രിയ പയ്യനെ ഓർക്കുന്നു, അവനെ സൗഖ്യമാക്കണമേ കർത്താവിൻ്റെ. അവൻ്റെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. അടുത്ത ആഴ്ചയുടെ ദിവസങ്ങളിൽ പലരും പല ട്രീറ്റ്മെൻറ്റും മറ്റും കടന്നു പോകുന്നല്ലോ, അവരെ കർത്താവ് സഹായിക്കണമേ. എല്ലാവരും കർത്താവേ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ ഓടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. സഭയിൽ എഴുന്നേറ്റ് പറഞ്ഞ സാക്ഷ്യം കർത്താവ് കേട്ടതിനാൽ സ്തോത്രം, അവർക്ക് വിടുതൽ അയക്കുന്നതിനാൽ സ്തോത്രം. പ്രത്യേക അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് എടുക്കേണ്ട ഭവനത്തിനായി സ്തോത്രം. ശുശ്രൂഷ എല്ലാ അനുഗ്രഹം നടക്കുവാൻ സഹായിക്കണമേ. പ്രത്യേക ബോണിക്കായി സ്തോത്രം. ജീവിതത്തിൽ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ ആരാധന കടന്നു വന്നപ്പോൾ അർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കും ഹല്ലേലൂയ ദശാംശങ്ങൾക്കായി സ്തോത്രം. അതെല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാൻ ചെലവിടുവാൻ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ശുശ്രൂഷയിൽ
കർത്താവിൻ്റെ കൃപ കൊടിയിരുന്നതിനാൽ സ്തോത്രം. കൃപയെ ഞങ്ങളെ മറച്ചതിനാൽ സ്തോത്രം. അഭിഷിക്തനെ ബലത്തോടെ അഭിഷേകത്തോടെ നിർത്തിയല്ലോ കർത്താവേ. അപ്പോൾ ഇനി അടുത്ത് നടക്കേണ്ട യൂത്ത് മീറ്റിങ്ങിനായി സ്തോത്രം. അതിൽ കർത്താവിൻ്റെ കൃപ കൊടിയിരിക്കണമേ. ഇന്ന് പകൽക്കാലം ഇത്രത്തോളം ഞങ്ങൾ നടത്തിയല്ലോ. എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഞങ്ങളെ മറിഞ്ഞിരിക്കട്ടെ. എപ്പോഴും താണിരിപ്പാൻ കർത്താവേ ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളുടെ ഹൃദയം കഠിനമായി തീരുമാനവരാതെ ഹല്ലേലൂയ വിശ്വസ്തയോടും വിശുദ്ധിയോടും നിർമ്മലതയോടും കർത്താവിന് നമ്മളുടെ പാനപാത്രങ്ങളാക്കി ഞങ്ങളെ നിർത്തണമേ കർത്താവേ. ഇവിടുത്തെ കാര്യങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപ കൂടിയിരിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ യാതൊരു കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഈ ആഴ്ച മുഴുവൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. യാത്രകളിൽ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗ കൂട്ടായ്മയും നാം ഓർത്തഡോക്സ് വിഷയങ്ങളോടും കൂടി വന്ന എല്ലാ ദൈവജനത്തോടും ഭൂലോകം പാടിച്ചതിന് പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും ഈ ആഴ്ച നടക്കുന്ന സകല കൂടിവരവുകളോടും ഈ ആഴ്ചത്തെ എല്ലാ യാത്രകളോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷനായിരിക്കുമാറാകട്ടെ. ആരിക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ മടങ്ങിപ്പോകാം. പ്രൈസ് ലോർഡ്. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശേരും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശേരും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം